ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും സ്കന്ദഷഷ്ടിക്ക് വ്രതം പിടിച്ചിരുന്നു ഗൈസ്. അപ്പോൾ അതിനൊരു ചെറിയൊരു വ്ളോഗാണ്. എൻ്റെ വ്രതം സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 21 വൈകുന്നേരം തൊട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു 6 ദിവസം, 6ാമത്തെ ദിവസമാണ് ഷഷ്ടി വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ വരുമായിരുന്നു. അപ്പം നമ്മളുടെ വീടിനടുത്ത് തഴക്കര സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ കേട്ടോ, അവിടെയാണ് ഞാൻ എല്ലാ ദിവസവും വരുന്നത്. എല്ലാ ദിവസവും ഒരു 4 മണിയാകുമ്പോൾ എണീക്കും. അല്ലെങ്കിൽ വ്രതമായതുകൊണ്ട് എത്ര തണുപ്പുണ്ടെങ്കിലും നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചിട്ട് രാവിലെ ഒരു 5:30 ആകുമ്പോൾ അമ്പലത്തിൽ പോവും, തൊഴും. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും കേട്ടോ. എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു പനിയുടെ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഗോതമ്പ് വല്ലതും കഴിക്കും. പിന്നെ ഉച്ചയാകുമ്പോൾ നമുക്ക് വിശപ്പൊന്നുമില്ല. പിന്നെ വൈകുന്നേരമാണ് ഞാൻ കഴിക്കുന്നത്. അതായത് 3 നേരം കഴിക്കേണ്ടത് ഞാൻ 2 നേരമാക്കി ചുരുക്കി. ഇങ്ങനെ ഞാൻ ഒരു 5 ദിവസവും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് എണീക്കേണ്ടത്. അങ്ങനെ ഞാൻ സ്കന്ദഷഷ്ടി ദിവസം വെളുപ്പിനെ 4 മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പൂർണ്ണ ഉപവാസമാണ് കേട്ടോ. മുരുകസ്വാമിയുടെ ഫോട്ടോ എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ശിവപാർവതിയെ വെച്ച് വിളക്ക് കത്തിച്ച് അത് കഴിഞ്ഞ് സ്കന്ദഷഷ്ടി കവചമില്ലേ അത് ചൊല്ലി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. പളനിയിലിട്ട ഡ്രസ്സില്ലേ അത് തന്നെയാണ് ഇട്ടത്. പിന്നെ പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല, വ്രതമൊക്കെ ആയതുകൊണ്ട് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മമ്മിയും കൂടെ വന്ന് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ അമ്പലത്തിലെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെളുപ്പിനെ ആയതുകൊണ്ട് ഒരുപാട് ആളൊന്നും ഇല്ലെന്ന്. അമ്പലം മൊത്തം ആളായിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം ഈ 5:30 ആയപ്പം വന്നപ്പോൾ ഞാൻ അഭിഷേകം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കത് കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഇന്ന് അമ്പലം എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു, പൂജ നടക്കുവാന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വരുന്ന ദിവസമെല്ലാം നെയ്വിളക്ക് കത്തിക്കുമായിരുന്നു. അപ്പം ഇന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ മമ്മി നെയ്വിളക്ക് കത്തിക്കുകയാണ് ഭഗവാന്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പൂജയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അമ്പലം അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ മാല കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പെട്ടെന്ന് തന്നെയാണ് നമ്മളെ തൊഴാൻ അനുവദിച്ചത്. അങ്ങനെ തൊഴുതിറങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തൊഴാൻ പറ്റി. അത് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞിങ്ങനെ ആൾ കൂടിക്കൂടി വരികയാണ്, അവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല. എല്ലാ ദിവസവും തൊഴുന്ന പോലെ ഒന്നും ഇന്ന് തൊഴാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് മാത്രം വാങ്ങിച്ചാൽ മതി, അതല്ലേ ഇന്ന് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 8:30 എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാനിത് കഴിച്ചങ്ങ് നിർത്തും. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വ്രതം മുറിക്കാൻ അമ്പലത്തിൽ നിന്ന് തന്നേന്ന് നമുക്ക് നോക്കാം. അമ്പലത്തിലെ വെള്ളച്ചോറ്, അതിൻ്റെ കൂടെ തൈര്, പച്ചമുളക്, പിന്നെ നാരങ്ങ, ഇത്രയും കൂട്ടിയിട്ടാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടത്. ചിലർ ഉച്ചയ്ക്ക് വ്രതം അവസാനിക്കും, ചിലർ വൈകുന്നേരം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എത്രത്തോളം എനിക്ക് നിൽക്കാൻ പറ്റും. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വിളക്ക് കത്തിച്ചിട്ട് അവസാനിപ്പിക്കണമെന്നാണ്. നമുക്ക് നോക്കാം. ഇനി ഷഷ്ടി ആയതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ തന്നെയാണ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എത്തിയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അമ്പലത്തിൽ പോയി. പക്ഷേ ഭയങ്കര മഴയും ബ്ലോക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം നിന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. പിന്നെ എൻ്റെ ആഗ്രഹം പോലെ വിളക്ക് കത്തിച്ച ശേഷമാണ് ഞാൻ വ്രതം മുറിച്ചത്. ഇതിനകത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇത്രയും നേരം നമ്മൾ വെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. ഇത് കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭഗവാൻ അനുഗ്രഹിച്ച പോലെയാണ് നമുക്ക്. വ്രതം എടുക്കാൻ പറ്റിയ തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാത്തിനും ഞാൻ മുരുകനോട് നന്ദി പറഞ്ഞിട്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് നെരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.